മസ്തിഷ്ക കാരണം എനിക്ക് ഞാനിങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് ഇഫ് വി ക്യാൻ റീലീവ് അതർ പീപ്പിൾസ് മെമ്മറീസ് എന്ന്. അപ്പോൾ ഞാൻ അപ്പോൾ അതുപോലത്തെ മെറ്റീരിയലുകൾ ഓൾറെഡി ഉണ്ട് കേട്ടോ. അത് അങ്ങനത്തെ 2-3 മെറ്റീരിയലുകൾ, ഒന്നൊരു അർണോൾഡും അഭിനയിച്ചൊരു സിനിമ, അതിൻ്റെ പേര് ഞാൻ മറന്നു. അത് പിന്നെ റീമേക്ക് ചെയ്തു അവർ ഈ ഇടയ്ക്ക് സൈബർ പങ്കായിട്ട് തന്നെ. ആ ഫിലിം അങ്ങനത്തെ കുറേ ഫിലിംസ് ഉണ്ട്. ഗോസ്റ്റ് ഇൻ ദ ഷെല്ലിലും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മേട്രിക്സിലും എല്ലാത്തിലും നമ്മൾ മറ്റൊരാളുടെ ഓർമ്മ റിലീവ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു നോവൽ കോൺസെപ്റ്റ് അല്ല, പക്ഷേ എനിക്കിത് ഭയങ്കര ഇതിൻ്റെ ഒരു ഐഡിയ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് മഹസർ കൊത്താരി എന്ന് പറഞ്ഞാൽ ഹി റോട്ട് സംതിങ് വേർ ദ കോൺസെപ്റ്റ് സിമിലർ കോൺസെപ്റ്റ് ഒരു സാധനം എഴുതി. അപ്പോൾ ഐ ടോൾഡ് ഹിം ദറ്റ് ബ്രോ, ഐ ഓൾസോ ഹാവ് എ സിമിലർ കോൺസെപ്റ്റ്. ഐ റോട്ട് ഇറ്റ് വെൻ ഐ വാസ് ഓഫ് യുവർ ഏജ്. ഞാൻ അയാളുടെ പ്രായമായിരുന്നപ്പോൾ എഴുതിയ കോൺസെപ്റ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പോൾ ഈ പ്രായത്തിൽ ആൾക്കാരൊക്കെ ഇരുന്നപ്പോൾ ഈ കോൺസെപ്റ്റിനൊരു വാല്യൂ ഉണ്ട് എന്നും പറഞ്ഞ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ എഴുതി. പിന്നെ ഇനീഷ്യലി അപ്പോൾ അത് ഒരുപാട് വർഷം മുമ്പത്തെ ഇനീഷ്യൽ തോട്ടാണ്. ഇനീഷ്യൽ തോട്ട് അത് പഴയ തോട്ടാണ്. പിന്നെ ഞാൻ പലരുടെ അടുത്തും പറഞ്ഞു. അപ്പോൾ കുറേ പേര് കളിയാക്കല്ല, ലൈക്ക് നോട്ട് വൈ ആർ യു ഡൂയിങ് ദിസ്, ഇത് എന്തിനാ ചെയ്യുന്നത്, നിങ്ങൾക്ക് ആരുടെയെങ്കിലും പൈസ നഷ്ടപ്പെടുത്താൻ എന്നൊക്കെ ഉള്ളൊരു സംസാരമൊക്കെ പണ്ട് വന്നപ്പോൾ ഞാൻ പിന്നെ അത് പേടിയായിട്ടിരുന്നു. പിന്നെ ഇപ്പം എനിക്ക് സിനിമ ഭയമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്ന സിനിമ അതിൻ്റെ വയബിളാക്കി ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അങ്ങനെ